പ്രശാന്തേട്ടാ, AR റഹ്മാൻ തൻ്റെ 29 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ധാരാളം ആൾക്കാർ, സിനിമയിലുള്ള ആൾക്കാർ തന്നെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വലിയ ഞെട്ടലോടെയും അത്ഭുതത്തോടെയും കൂടെ ഒന്നും അല്ല കാണാറുള്ളത്. പക്ഷേ AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയധികം സാത്വിക ജീവിതം നയിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബമായി അദ്ദേഹം കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി, ഭാര്യയെ അത്രയധികം നോക്കുന്ന ഒരു വ്യക്തി എന്നാണ് പുറമെ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കുടുംബജീവിതം അവസാനിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളും സമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഉയരുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. AR റഹ്മാൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് റഹ്മാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ദ ചിൽ അവർ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റിൽ സൈറ എന്ന് പറയുന്ന AR റഹ്മാൻ്റെ ഭാര്യയുടെ അഭിഭാഷകയായിട്ടുള്ള വന്ദന ഷാ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ റഹ്മാനെക്കുറിച്ചേ അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ പ്രസ്താവന ഈ ലൈംഗിക ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ദാമ്പത്യം വേർപിരിയും എന്നുള്ള രീതിയിലാണ്. പല ദാമ്പത്യങ്ങളും പിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം വിരസതയാണ് എന്നും അവർ പറയുന്നുണ്ട്. അത് അവർ പറയുന്നതിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഈ ടോക്കിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് ബോളിവുഡിൽ നമ്മൾ കാണുന്നത് പോലെയല്ല, സാധാരണക്കാരൻ്റെ ജീവിതം പോലെയല്ല, ലൈംഗിക ജീവിതം പോലെയല്ല ബോളിവുഡ് താരങ്ങളുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് അവിഹിതങ്ങളാകാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലൈംഗിക വിരക്തിയാണ്. ഇപ്പോൾ ബോളിവുഡിൻ്റെ ഒരു നടൻ, ഒരു നടി, ആ നടന് ലൈംഗിക വിരക്തി ഉണ്ടെങ്കിൽ വേറെ ഒരു സ്ത്രീയെ സമീപിക്കാം, അവർക്കത് പ്രശ്നമല്ല. സ്വന്തം ഭാര്യയ്ക്ക് ലൈംഗിക വിരക്തി ഉണ്ടെങ്കിൽ ഈ നടൻ തന്നെ വേറൊരു പുരുഷനെ അവർക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് അവർ ബന്ധപ്പെടുന്നത് കണ്ടാസ്വദിക്കുന്ന പുരുഷന്മാരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ പറയുന്ന എക്സാക്ട് വേർഡ്സ്, അവിഹിതങ്ങളും വ്യഭിചാരവും വൺ നൈറ്റ് സ്റ്റാൻഡുകളും വ്യാപകമാണെങ്കിലും ഈ ബന്ധങ്ങളിൽ അതൊന്നും വലിയ പ്രശ്നമേ അല്ലെന്നാണ് അവർ പറയുന്നത്. അവിഹിത ബന്ധങ്ങൾ വളരെയധികം സംഭവിക്കുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ആളുകൾ ബന്ധപ്പെടുന്നതും പതിവാണ്. താൻ വ്യക്തിപരമായി ബോളിവുഡിൻ്റെ ഭാഗമല്ലെങ്കിലും ഇവിടെ ഉയരുന്ന വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിച്ചതിൽ നിന്നുമാണ് ഈ നിരീക്ഷണങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ ലൈംഗിക വിരക്തി അനുഭവിക്കുന്ന ദമ്പതികൾ മറ്റു പാർട്ട്നേഴ്സിനെ തേടുന്നത് അത് ഒരു കുറ്റമാണോ? ഒന്നാമത്, ഇവരറിയാതെ തേടുന്നത് കുറ്റമാണോ? അതായത് ഇപ്പോൾ ഒരു ഭർത്താവ്, ഒരു ഭാര്യയ്ക്ക് ലൈംഗിക വിരക്തി ഉണ്ടെങ്കിൽ അവർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതൊരു തെറ്റാണോ? ഇനി ഭർത്താവ് അറിഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് വേറെ ഒരു പാർട്ട്ണറിനെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഭാര്യ അറിഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ വേറൊരു പാർട്ട്ണറെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യവും, എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ തോന്നും. പക്ഷേ ഇത് പാശ്ചാത്യ ലോകത്ത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിടയിൽ പലരും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയൊരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ അവർ സമ്മതിച്ചില്ല. അവരും ഈ കേസ് പറയുമ്പോൾ സദാചാരവാദികളായിട്ട് മാറാറുണ്ട്, പുറത്ത് പറയാൻ നാണക്കേടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ പ്രശാന്തേട്ടൻ്റെ ഒരു അഭിപ്രായം? അവർ ഈ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നു എന്ന് ഇപ്പോൾ ധനുഷ് പറഞ്ഞില്ലേ, അത് വെളിയിൽ പറയുന്നത് പറഞ്ഞാൽ സമൂഹത്തെ പേടിച്ച. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണ്. അതിനകത്ത് ഒരാൾക്ക് അവരുടെ ശാരീരിക വൈകല്യം സംഭവിച്ചു, ഒരു പക്ഷേ തിരിച്ച് വരാൻ പറ്റാത്തോളം ഉള്ളതായിരിക്കും. അപ്പോൾ ഈ ഭാര്യയ്ക്ക് അതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് ആ ഭർത്താവിന് മനസ്സിലാവുന്നു. അവർ തമ്മിൽ അതുവരെ നടന്നുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞ് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതിന് സേഫായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അനുവദിക്കുന്നതിനോട് തെറ്റില്ലെന്ന് തന്നെയാണ്. പക്ഷേ അത് വിശാലമായിട്ടൊന്നും ആരും ഉൾക്കൊള്ളാതെ. വിശാലമായിട്ട് ഉൾക്കൊള്ളുന്ന ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും, ഞാനൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഈ ഡോക്ടറോട് വിശദമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഭാര്യ വേറെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഭർത്താവ് അംഗീകരിക്കുമോ? താങ്കളുടെ ഭാര്യ വേറൊരു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വേറൊരു ബന്ധം പുരുഷന്മാർ സ്ഥാപിക്കുന്നത് പ്യുവർലി ഫോർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്സിനാണ്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടുപ്പം ഒരു പുരുഷനോട് വരാതെ, അവരൊരു കംഫർട്ട് ആവാതെ, അവരൊരു സേഫ് ഹാൻഡ്സിലാണെന്ന് തോന്നാതെ ഒരിക്കലും സ്ത്രീകൾ വേറൊരു പുരുഷനെ സമീപിക്കില്ല. പക്ഷേ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭർത്താവിന് സ്ത്രീകളുടെ ഇടയിൽ പ്രാധാന്യം കുറയും. അവരുടെ കുടുംബജീവിതം, ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവർ നാളെ അയാളുടെ കൂടെ പോകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇതൊരു വലിയൊരു സമസ്യയല്ലേ? അതിനകത്ത് വലിയൊരു ഫാക്റ്റുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ വളരെ പുറയിലോട്ട് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാരെ നമ്മുടെ പഴയ രീതികളെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ മാത്രം ഇപ്പോൾ അതിൻ്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. ഒരു പുരുഷൻ അവരെ ഇപ്പോൾ ഭർത്താവ് അനുവദിക്കുന്നു, ആ പുരുഷനുമായിട്ട് ആ സ്ത്രീക്ക് ബന്ധം ഉണ്ടാകുന്നു. ഈ പുരുഷൻ്റെ കരുത്തും ലൈംഗിക ശേഷിയും മറ്റേ പുരുഷനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ നിന്ന് ശാരീരിക
രണ്ടാമത് ഏൽപ്പിച്ച പുരുഷനിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രകൃതിയുടെ വികൃതി അനുസരിച്ച് ആര് നിയന്ത്രിച്ചാലും മാറത്തില്ല, ആ പുരുഷനോട് കൂടുതൽ അടുപ്പം അവർക്ക് മാനസികമായിട്ട് തോന്നും. ആ സ്ത്രീ മാനസികമായിട്ട് തോന്നാതെ ഒരിക്കലും സ്ത്രീ ബന്ധപ്പെടില്ല. അല്ല, സ്ത്രീയോട് നമുക്കും തോന്നും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സെക്സ് തരാൻ പറ്റുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് ആ സ്ത്രീയോടുള്ള വാത്സല്യവും അടുപ്പവും വളരെ കൂടുതലായിരിക്കും. അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പഴയ വീടുകളിൽ ഇപ്പോൾ ഓരോരുത്തരൊക്കെ പറയുമല്ലോ, പ്രായപൂർത്തിയായ പിള്ളേരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരുമായിട്ട് ഇടപഴകാൻ അനുവദിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ വലിയ ന്യായമൊക്കെ പറയുന്നിടത്ത് ഞാൻ അതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുകയും ആ പുരുഷൻ്റെ ലൈംഗിക ശേഷി മനസ്സിലാക്കുകയും അതിൽ നിന്ന് അവർക്കൊരു സുഖവും സന്തോഷവും കിട്ടുമല്ലോ. അതിനുശേഷം ഇത് കളഞ്ഞിട്ട് വേറൊരു പുരുഷനെ കല്യാണം കഴിക്കുക. ഈ സ്ത്രീ ആദ്യം അനുഭവിച്ച ലൈംഗിക ശേഷിയെക്കാട്ടിൽ മറ്റേയാളിൽ നിന്ന് കിട്ടുന്ന ലൈംഗിക ശേഷി കുറവാണെങ്കിൽ ഈ പുരുഷനെ ആ ജീവിതകാലം മൊത്തം അവർ മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ ധനുഷ് മനസ്സിലായി. ഇതുകൊണ്ടാണ് പഴയ ആൾക്കാർ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, പഴയ ആൾക്കാർ ഒരു ഭാര്യ ഒരു ഭർത്താവ് ആ സംവിധാനത്തിലാണല്ലോ പഴയ വന്നൊരു കല്യാണം കഴിച്ചുകൊണ്ട് അവരുടെ കൂടെ ആയിരിക്കും അത് വിട്ട് അവസാനം വരെ മിക്കവാറുമുള്ള രഹസ്യ വീഴ്ചയൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ അങ്ങനെ നടക്കുന്ന ഒരു ജീവിതത്തിൽ ഇതിന് മുമ്പ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ജീവിതകാലം മൊത്തം അതൃപ്തിയായിട്ട് അവർ ജീവിക്കണ്ടേ, ആരോടും പറയാൻ പറ്റത്തില്ല, ആരും അറിയത്തില്ല, എന്നാൽ ജീവിതം ശപിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതിനൊക്കെ പണ്ട് ഈ പറഞ്ഞതുപോലെ പ്രായമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ അതിനുള്ള സാഹചര്യം ഉരുത്തിരി, ഇത് പ്രകൃതി കണക്കേക്കുന്ന സാധനം, അതിന് സൗകര്യം വന്നാൽ രണ്ടുപേരും ഇഷ്ടപ്പെട്ടാൽ എത്ര നിബന്ധനയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ സംഭവിച്ചു, അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് ഇത്രയും ചില കാര്യങ്ങൾ, ചില നിബന്ധനകൾ പലത് നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ അത് ശരിയാന്ന് വരുന്നുണ്ട്. ജനുഷിന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ഇഷ്ടമുള്ളവരുടെ കൊടുപ്പും അതുകൊണ്ടാണ് വിദേശത്തെ കുടുംബജീവിതം ഒരിക്കലും സെറ്റാവാത്തത്. നമ്മളിത് മനസ്സിലാക്കണം. അവിടെ എല്ലാവർക്കും ഇത് അനുവദിച്ചിട്ടുണ്ട്, 14ാമത്തെ വയസ്സ് തൊട്ട് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 15 വയസ്സ്. ഇത് അതൊരിക്കലും സെറ്റാവാത്തതിൻ്റെ കാര്യം. ഇപ്പം ഇവിടെ പല കുടുംബജീവിതങ്ങൾ സെറ്റാവാത്തതിൻ്റെ കാര്യം ഇത് തന്നെ. ഒന്നെങ്കിൽ തൃപ്തിയിലെത്തുന്നില്ല, രണ്ടല്ലെങ്കിൽ ഗോഷ്ഠി മാത്രമേ നടക്കുന്നുള്ളൂ. രണ്ടായാലും ഈ വിഷയം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ധനുഷ് ചോദിച്ചു വന്ന ചോദ്യത്തിന് അങ്ങനെ അനുവദിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഈ ഡോക്ടർ പറഞ്ഞുള്ള വേറൊരു വിഷയമുണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരാളെ അനുവദിക്കുന്നു, അയാളും ഇവരുമായിട്ട് വളരെ പരസ്പരം ഇഴയേർന്ന് ഇതെല്ലാം ഇതുപോലെ ബോധ്യം വരുന്നത്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തമ്മിൽ ബോധ്യം വരും. വേറെ ആൾ കേൾക്കുമ്പോൾ ഇതിനകത്തൊരു ന്യായവും പറയത്തില്ല. നമ്മുടെ ഒരു 90% ആൾക്കാരുടെ ഇടയിലേക്ക് ഈ സാധനം കൊണ്ടിട്ട് കൂടും. അതിനകത്ത് ഒരു ന്യായം പറയത്തില്ല. പിന്നെ അതൊന്നും ശരിയാവത്തില്ല, അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി, അതങ്ങ് സഹിച്ചാൽ മതി, അങ്ങനെ പറയും. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ വേറെ പുരുഷനായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ പുരുഷൻ മറ്റേ പുരുഷനെക്കാട്ടിൽ ഈ രീതിയിൽ പ്രാഗൽഭ്യം ഉള്ളവനാണെങ്കിൽ അവനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടും. ഇത് അനുഭവിച്ച പുരുഷനോട് ചിലപ്പോൾ ഒരു തൃപ്തിക്കുറവൊക്കെ വരും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ധനുഷ് പറയുന്ന പോലെ സ്ത്രീകളുടെ ഒരു മൈൻഡ് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ എല്ലാം വളരെ ഉച്ചത്തിൽ ഉച്ചസ്ഥായിൽ ചിന്തിക്കും, ചിലപ്പോൾ വളരെ വീക്കായിട്ടും ചിന്തിക്കും. ഇപ്പം 10,000 കോടി രൂപ ഇപ്പുറത്ത് വെച്ചിട്ട് ഇവനെ മതിയെന്ന് ചോദിച്ചാൽ അവൾ പറയും ഇത് മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പോകണം. അല്ല, അങ്ങനത്തെ അതാണ് ഈ സ്ത്രീയെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അവരെ ചിന്തിക്കുന്ന രീതിയിൽ, അവർ പ്രവർത്തിക്കുന്ന രീതിയിൽ, അവർ മനസ്സ് പോകുന്ന രീതിയിലും ഒക്കെ ചിന്തിക്കാൻ പറ്റും. അവർ ഇതുപോലുള്ള തീരുമാനങ്ങളൊന്നും എടുത്ത് അതുപോലുള്ള തീരുമാനം വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റും. വലിയ വലിയ തീരുമാനങ്ങളെന്ന് വേണമെങ്കിൽ ഒരിക്കൽ പറയാമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പം ധനുഷ് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു ഉത്തരം അത് അനുവദിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഒരു സ്ത്രീക്ക് ലൈംഗിക ചോദന അവരുടെ തൃപ്തിപ്പെടുത്താൻ ഒരു പുരുഷന് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭർത്താവാണെങ്കിലും വേറൊരു പുരുഷനെ അനുവദിക്കുന്നത് നല്ലത് തന്നെ, ഉറപ്പായിട്ട് നല്ല. അത് അവരോട് ചെയ്യുന്ന ഒരു പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. സദാചാരബോധം, സാമൂഹിക സാഹചര്യം. അത് ഞാനതുകൊണ്ടാണല്ലോ ആദ്യമേ പറയുന്നത്. മൂന്നാമതൊരാൾ കേൾക്കുമ്പോൾ ഇപ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ കമന്റിന്റെ കീഴിൽ വരും, നിന്റെ ഭാര്യയെ നീ ഇത് അല്ലെങ്കിൽ നീ ഇത് വേറൊരാളെ അനുവദിക്കുമോ? അപ്പം അതിന്റെ മറുപടി ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല. ഒരു പക്ഷേ ഈ അഭിപ്രായമുള്ളവന് അല്ലെങ്കിൽ നമ്മളത് അവരെ വേറെ അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ അവർക്ക് ഇഷ്ടമുള്ള രീതി വിടുന്നതായിരിക്കും അതിൻ്റെ ശരിയായ കാര്യമാണ്. നമ്മളിത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമെങ്കിൽ അതാണല്ലോ ഏറ്റവും നല്ലത്. നമ്മളിത് നമ്മുടെ ഒരു നമുക്കത് തൃപ്തിപ്പെടുത്താൻ കഴിവുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേറെ വിഷയങ്ങളാണെങ്കിൽ അത് ഇത് ലൈംഗിക വിഷയമല്ലല്ലോ. ഡൈവോഴ്സ് ചെയ്യും എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഈ പുരുഷന്മാർ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം പുരുഷന്മാരും ഈ ശിഥിലമായി പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ സ്ത്രീ ഡൈവോഴ്സ് ചെയ്താൽ 100 പുരുഷന്മാർ വരും.
കെട്ടിക്കോളാം എന്ന് പറഞ്ഞു വരും. പക്ഷെ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാനില്ലേ? കല്യാണം അവൻ ഭയന്നു പോകുന്നതാണ്, കുടുംബജീവിതം നയിക്കാൻ ഭയന്നു പോകുന്നതാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു വേലി എടുത്തോളം വെച്ച് ഇനി അടുത്ത വേലി വേണോ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നതാണ്. ഒരു സ്ത്രീകൾ അവിടെ ഫിസിക്കൽ നീഡ് വേണം, ഫിസിക്കൽ നീഡ്, അത് ഇമോഷണൽ നീഡ് വേണ്ടേ മനുഷ്യന്? അത് ഓരോരുത്തരങ്ങ് തീരുമാനിക്കുന്നില്ല. ഇമോഷൻ അതും മനുഷ്യന് തെറ്റാതാണ്. ഇമോഷണൽ നീഡ് ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് വേറെ വലിയൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ രഹസ്യ ബന്ധമുണ്ട്. ഇവിടെ കിട്ടുന്നതിനെക്കാട്ടി സ്വാതന്ത്ര്യം അവിടെ കിട്ടി എന്ത് ചെയ്യും? ഇത് രണ്ടും അനുഭവിച്ചിട്ടുണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റൂ. കാരണം സ്വാതന്ത്ര്യം അനുഭവം കിട്ടും, അത് ഇമോഷണൽ വീട്ടിനകത്തോട്ട് വരുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മുടെ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന എപ്പോഴാണ് നമ്മുടെ എല്ലാ വിഷയത്തിനും അത് പരിഹാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വരുമ്പോഴാണ്. അത് ഒരുപക്ഷെ ഭാര്യയിൽ നിന്ന് കുറ്റപ്പെടുത്തൽ വരിക, നമുക്ക് രഹസ്യബന്ധമുണ്ട്, അവരിൽ നിന്ന് സ്വാതന്ത്ര്യം വരുവാണെങ്കിൽ നമുക്ക് അവരോട് താല്പര്യം വരും. അത് താല്പര്യം വരും. അത് നിങ്ങൾ ഞാനീ പറയുമ്പോൾ ഭാര്യ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് അഡ്രസ് ചെയ്ത് എന്താണ് പരിഹരിച്ചു. അതല്ല, അങ്ങനത്തെ അല്ല, എല്ലാ കാര്യത്തിനും കുറ്റം സ്ഥിരം നിരന്തരമായിട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് തലോടൽ ഫീൽ ചെയ്യുമ്പോഴേ നമ്മൾ ഈ പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോൾ ഓരോരുത്തന്നെ അതിൽ ഒരാൾ എന്ത് വിഷയം വന്നാലും ഹാർഷായിട്ട്, അല്ലെങ്കിൽ ഒരാൾ പറയും മോനെ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആരോട് അങ്ങനെയെങ്കിൽ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകുന്ന ഒരാളിനോട് താല്പര്യം വരുന്ന പോലെ ഇതെല്ലാം അങ്ങനെയൊക്കെ തന്നെ. ഇതിനകത്ത് പിന്നെ വേറെ ചില തലങ്ങളൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ സെക്സിനകത്ത് വേറെ തലമൊന്നുമില്ല, അത് കംപ്ലീഷൻ അതിൻ്റെ തലം ഇത് മനസ്സിലാക്കി പോവാം. അതെ, വേറൊരു ഡോക്ടർ സംസാരിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത്, അതായത് ഈ കൗൺസിലിംഗ് ആണ് അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഈ സ്ത്രീകളോടും പുരുഷന്മാരോടും അവർ പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ ഒരു 90% നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം തരുന്നു, 10% നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ഈ 10% എവിടെ കിട്ടും എന്ന് ആലോചിച്ച് നിങ്ങൾ അലയുകയാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സാന്ത്വനം പോട്ടെ, അങ്ങനെ എന്തെങ്കിലും അതൊരു 10% മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. അത് തേടി അലയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 10% മാത്രമേ നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ഒരു അവിഹിത ബന്ധത്തിൽ കാണുകയുള്ളൂ, ബാക്കി 90% ഇപ്പുറത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു. അത് സത്യമല്ലേ? അത് സത്യമല്ലേ എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൗൺസിലിങ്ങിൻ്റെ കൂടെ ഒരു ഉപദേശം കൂടെ കൊടുത്തതാണ്. കാരണം ഇത് അവർ നല്ല കൗൺസിലർ ആയതുകൊണ്ട് അവർ ഇത്രയും നാൾ ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോഴും ഈ പൊതുവെ ഉള്ളതിനകത്തൊന്നും മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സെക്സ് എല്ലാം ഇൻകംപ്ലീറ്റാണ്, പൂർണ്ണമായിട്ടൊരു സെക്സ് എത്തുന്നില്ല. അപ്പോൾ അത് ഈ രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്താലേ കുറച്ചെങ്കിലും ഈ ഉള്ള കുടുംബജീവിതം കൂടെ ഇല്ലാതായ്മയായി പോകത്തില്ല. അല്ലാതെ ഇപ്പം ഓരങ്ങോട്ട് കൗൺസിലറാണ് കുത്തിയിരുന്ന് പറയുക ഇതൊന്നും ശരിയല്ല, കംപ്ലീറ്റ് അല്ല, ഇത് പൂർണ്ണതയിലെത്തിയാലേ അല്ലെങ്കിൽ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ മിക്കവാറുള്ളവനെല്ലാം ഉറ്റു നോക്കുമ്പോൾ ശരിയാ, എനിക്ക് ഒന്നും വരുന്നില്ല, പിന്നെ ഏതാണ്ടൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വരും. അതിപ്പോൾ അതിനത് യഥാർത്ഥത്തിൽ ഈ ഇനി ഞാനൊരു വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയും. ഒരു പുരുഷൻ, ആരോഗ്യമുള്ള ഒരു പുരുഷൻ, അവനറിയാം അവൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീ ലൈംഗികമായിട്ട് തൃപ്തിയിലാണോ തൃപ്തിയിലല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാം ധനുഷ് മനസ്സിലായല്ലോ. ഒരു പുരുഷനറിയാം അവൻ്റെ കൂടെ താമസിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ലൈംഗികമായുള്ള സുഖങ്ങൾ അവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് സ്ത്രീക്ക് അറിയാവുന്നല്ലോ. സ്ത്രീ അറിയുമ്പോഴാണ് അവനത് മനസ്സിലാവും. അപ്പോൾ ഇത് പരസ്പരം അറിയാവുന്ന കാര്യമുള്ളൂ. അത് അറിയാത്തോണം ഈ പുരുഷൻ ഫെയിലർ ആണെങ്കിൽ അവനിത് അറിയാത്തോണം നടിക്കുകയും അതിനനുസരിച്ച് പിന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടി വേറെ ഗമിക്കുകളും സർക്കസുകളും അടിയും പിടിയും ഇവിടെ ജീവിതത്തിൽ ഇവളെന്ത് കാണിച്ചാലും എന്ത് ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മനസ്സിലാവുന്നുണ്ട്. അത് ഈ വഴക്കിന് രണ്ട് രീതിയിൽ വഴക്കുണ്ടോ, ഓട്ടോമാറ്റിക്കലി പക കൊണ്ടുണ്ടാവും, രണ്ടാമത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ. ഇതെല്ലാം ഇതിന് കാരണം ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട്. അതായത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സംഭവങ്ങൾക്ക് അത് വിഘ്നം സംഭവിക്കുമ്പോഴാണ് അടിസ്ഥാനപരമായിട്ടുള്ള താളം മൊത്തം തെറ്റുന്നത്. അത്ര മാത്രം മനസ്സിലാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.